welcome to Khandwa Diocese. ఎలా షాలోం ప్రేక్షకర్కం ఖండ్వా రూపతాయిలేకి స్వాగతం. മധ്യപ്രദേശിലെ പ്രധാന രൂപതകളിലൊന്നായ ഖണ്ഡുവ രൂപതയുടെ മിഷൻ ചരിത്രവും അനുഭവങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. മധ്യപ്രദേശിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. പലയിടത്തും മരുഭൂമിയുടെ രൂപസാദൃശ്യത്തിലേക്ക് ഈ പ്രദേശം മാറ്റപ്പെടുന്നു. കാലാവസ്ഥ ഈ മണ്ണിൽ വരുത്തുന്ന രൂപമാറ്റങ്ങൾ വളരെ വലുതാണ്. പച്ചപ്പിൻ്റെ നേർത്ത രേഖ പോലുമില്ലാതെ ദീർഘദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം മൊട്ടക്കുന്നുകളും മലനിരകളും പിന്നിട്ടാണ് നമ്മുടെ മിഷണറി വൈദികർ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ജീപ്പിലും കാളവണ്ടിയിലും നടന്നും എല്ലാം ഇവർ വിശ്വാസികളുടെ അടുക്കൽ ചെന്നെത്തുന്നു. ഇന്ന് നാം പോകുന്നത് കാഞ്ച് കുവ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ജൽഖഡ മിഷൻ പാരിഷിൻ്റെ കീഴിലുള്ള ഒരു ഔട്ട് സ്റ്റേഷനാണ് ഈ ഗ്രാമം. കൃഷിയും കാലിമേയ്ക്കലും മാത്രമാണ് ഇവരുടെ ഉപജീവന മാർഗം. ജലലഭ്യത കുറവായതിനാൽ മഴക്കാലത്തെ ആശ്രയിച്ചാണ് കൃഷിജോലികൾ ചെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിർത്തി ആ ജലം തീരുന്നതുവരെ അതിനു സമീപം കൃഷി ചെയ്യും. വേനൽ കനക്കുന്നതോടെ കൃഷിജോലികൾ പാടെ നിലച്ചുപോകും. ആധുനിക കൃഷിരീതികളും ജലവിതരണവും ഇനിയും ഉൾഗ്രാമങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇവരുടെ ജീവിതത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കുട്ടികളെ കാണുന്നതിനായി സിസ്റ്റേഴ്സ് പലപ്പോഴും മേച്ചിൽ സ്ഥലങ്ങളിലേക്കും വയലിലേക്കും വരെ കടന്നു ചെല്ലും. നന്നായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസത്തിൽ വളരേണ്ടതിനെക്കുറിച്ചും ആ കുട്ടികളോട് അവർ പറഞ്ഞുകൊടുക്കും. പഠിക്കാൻ താൽപ്പര്യമുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന്
ഹോസ്റ്റലുകളിൽ നിർത്തി വിദ്യാഭ്യാസം നൽകി ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ അവരെ പ്രാപ്തമാക്കും. ജീപ്പിന്റെ ടയറുകൾക്ക് ഭീഷണിയായി കൂർത്ത കല്ലുകളുള്ള ഇത്തരം വഴികളിൽ കാളവണ്ടി യാത്ര തന്നെയാണ് ഉൾനാടൻ ഗ്രാമങ്ങളിലെത്താൻ മിഷണറിമാർക്കുള്ള ആശ്രയം. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ കാളകളെ പ്രത്യേകം അലങ്കരിച്ചാണ് വരിക. നെറ്റിയിൽ വർണ്ണനൂലുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ചാർത്തി ശരീരത്തിൽ വർണ്ണപ്പട്ടണിഞ്ഞാണ് കാളകൾ വണ്ടി വലിച്ചെത്തുക. വെള്ളവസ്ത്രം ധരിച്ച് തലപ്പാവണിഞ്ഞ വണ്ടിക്കാരൻ തെല്ലൊരു ഗമയോടെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ വൈദികനെ കൂട്ടിക്കൊണ്ടുവരാൻ എത്തുന്നത്. ഇതാണ് കാഞ്ച്കുവ ഗ്രാമത്തിലെ പണിതീരാത്ത ദേവാലയം. മൺഭിത്തിയുള്ള ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ചുടുകട്ട കൊണ്ട് കെട്ടി ഷീറ്റുമേഞ്ഞ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഈ ഗ്രാമത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ. ഇനിയും എത്ര വർഷങ്ങൾ കാത്തിരുന്നാലാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുക എന്ന് അറിയില്ല. 3 കാറ്റക്കിസ്റ്റുകൾ അഥവാ ഉപദേശികളാണ് ഈ ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ വൈദികനെ സഹായിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്കായി സിസ്റ്റേഴ്സ് അൾത്താര ഒരുക്കാൻ തുടങ്ങി. ആ സമയം വിവിധ ഗാനങ്ങൾ ആലപിച്ചും ഉറക്കെ സ്തുതിച്ചും അവർ ദൈവത്തിന് ലക്ഷോപലക്ഷം നന്ദി അർപ്പിക്കുന്നു. വെറും മണ്ണിൽ ഒരു ഷീറ്റ് വിരിച്ചാണ് അവർ ദേവാലയത്തിനകത്ത് ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അവർ തങ്ങളുടെ പിതാവായ ദൈവത്തിന് നന്ദി ചൊല്ലുകയാണ്. വിശുദ്ധ കുർബാനയർപ്പണത്തിനു ശേഷം എല്ലാവർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ചോറും കോഴിക്കറിയുമാണ് വിതരണം ചെയ്യുന്നത്. ദേവാലയത്തിനു സമീപമുള്ള വീട്ടിൽ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. വീടിനോട് ചേർന്ന് വെയിലത്ത് നിലത്തിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു. ചോറ് വിളമ്പിക്കൊടുക്കുന്നത് പോലും വെറും കൈകൊണ്ട് വലിയ ഉരുളകളായി എടുത്ത് സ്റ്റീൽ കിണ്ണത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. കോഴിയുടെ തൂവൽ മാത്രമേ ഇവർ കളയുകയുള്ളൂ. കാലും തലയും പോലും കറിയിൽ ഉപയോഗിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ലൈജോ അച്ഛനും സിസ്റ്റേഴ്സുമെല്ലാം ഇവിടുത്തെ എല്ലാ രീതികളോടും വളരെയേറെ ഇണങ്ങിക്കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ മറ്റൊരു വീട്ടിൽ ശാലോം ടീമിനു വേണ്ടി പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ചോളപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മക്ക റൊട്ടിയായിരുന്നു അത്. കൈകൊണ്ട് വെള്ളം തൊട്ട് ഈ രീതിയിൽ പരത്തിയെടുത്തതിനു ശേഷം ചട്ടിയിൽ ഇരുവശവും ചുട്ടെടുക്കുന്നു. ഒരെണ്ണം കഴിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും വിശക്കുകയില്ലെന്ന് ലൈജോ അച്ഛൻ പറഞ്ഞു. ഇവരുടെ കിച്ചണും ഡൈനിങ് ഹാളും ബെഡ്റൂമും എല്ലാം ഈ കാണുന്ന ഒറ്റമുറിക്കുടിലാണ്. ആധുനിക ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊന്നും തന്നെ
ഇവർ അറിഞ്ഞിട്ടേയില്ല. കാഞ്ച് കുവയിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോയത് ദേശ്-ഗാവ് പാരിഷിലേക്കാണ്. ഖണ്ഡുവ രൂപതയുടെ രൂപീകരണത്തിന് മുൻപ് ദേശ്-ഗാവ് പാരിഷ് ഇൻഡോർ രൂപതയുടെ ഭാഗമായിരുന്നു. ഖണ്ഡുവ ജില്ലയിൽ കത്തീഡ്രൽ ഇടവകയോട് ചേർന്ന് തന്നെയാണ് ദേശ്-ഗാവ് പാരിഷ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഏരിയയിൽ ഉള്ള കുറേ ഗ്രാമങ്ങളെല്ലാം ഇതിനോട് ഈ ദേശ്-ഗാവ് പാരിഷിനോട് ചേർത്തുകൊണ്ട് ആണ് ഈ പാരിഷ് തുടങ്ങുന്നത്. അന്ന് തുടങ്ങുന്നത് ഇതൊരു അമേരിക്കൻ പ്രീസ്റ്റാണ്, SVD, ഫാദർ ഹോബ്സ്റ്റി SVD. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം അനന്തശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം കൊണ്ടാണ് ഈ ദേശ്-ഗാവ് പാരിഷ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇത്രയൊരു വലിയ ഹൗസ് തുടങ്ങാനും അതുപോലെ തന്നെ ഈ പള്ളി തുടങ്ങാനും ഹോസ്റ്റൽ തുടങ്ങാനും എല്ലാം വേണ്ട ചിലവെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് കിട്ടിയ കാശ് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ പ്രവർത്തനം പല പല വില്ലേജസും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതുകൂടാതെ ഇവിടെ ഹോസ്റ്റൽ തുടങ്ങി. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കുമായിട്ടുള്ള പ്രത്യേക ഹോസ്റ്റൽ. അതുപോലെ തന്നെ ആ പിള്ളേരെ ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് സ്കൂളിലാണ് ആദ്യകാലത്ത് വിട്ടുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഇവിടെ സിസ്റ്റേഴ്സ് വന്നു. സെൻറ്റ് ജോസഫ് സേവിക സംസ്ഥ ഇൻഡോറിലുള്ള ഒരു കോൺഗ്രിഗേഷനാണ്, ലോക്കൽ കോൺഗ്രിഗേഷൻ. അവിടെ നിന്നും സിസ്റ്റേഴ്സും ഇവിടെ വന്ന് ഹോസ്റ്റലിലുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ ഗ്രാമ സന്ദർശനത്തിനും ഒക്കെ ആയിട്ട് അവരും വന്നു. അതും കഴിഞ്ഞ് ഫാദർ ഹോബ്സ്റ്റി പോയതിന് ശേഷം ഇവിടെ വരുന്നത് ഫാദർ ജോൺ തൈലാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സ് ഇവിടെ വരികയും ഇവിടെ തന്നെ ഒരു ഡിസ്പെൻസറി തുടങ്ങുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് 2 ഹോസ്റ്റലുണ്ട്, ബോയ്സ് ഹോസ്റ്റൽ ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ. ഈ 2 ഹോസ്റ്റലിനും കൂടെ കൂടി ഏതാണ്ട് 200 പിള്ളേരുകളുമുണ്ട്. പെൺപിള്ളേർ കുറവാണ്, 60 പിള്ളേരുള്ളൂ, ബാക്കി ബോയ്സാണ്. ഇവിടുത്തെ ആളുകൾക്ക് പെൺപിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അത്രയും താല്പര്യമില്ല. എങ്കിലും ആ സിറ്റുവേഷൻ മാറി മാറി വരുന്നു. അതനുസരിച്ച് ഏതായാലും 60 പെൺപിള്ളേരുണ്ട്, ബാക്കി ആൺപിള്ളേർ. അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ ഇവിടെ 2 വേറെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, സെൻറ്റ് ജോസഫ് സേവാലയ സിസ്റ്റേഴ്സ്. പിന്നെ ഓഫ്കോഴ്സ് ഇവിടെ ആ ബ്രദേഴ്സ്, കട്ടപ്പന ബ്രദേഴ്സ്, സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സ് ഉണ്ട്. ആവശ്യമനുസരിച്ച് അവരും സഹായിക്കും. അവർ മെഡിക്കൽ സൈഡ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പുതിയ ആശുപത്രി സെൻറ്റ് റിച്ചാർഡ് പാമ്പൂരി ഹോസ്പിറ്റൽ കാണ്ടുവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇവിടെ നിന്ന് ബ്രദേഴ്സ് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഹോസ്റ്റലും സ്കൂളും പിന്നെ 4-5 വില്ലേജിൽ ഇപ്പോഴും ക്രിസ്ത്യാനികളുണ്ട്. ഞങ്ങളവിടെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുകയും അവിടെ കുർബാന ചെല്ലുകയും കാറ്റക്കിസം പഠിപ്പിക്കുകയും പിന്നെ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കന്മാരുടെ പഠിത്തത്തിലും അവരുടെ പരിശീലനത്തിലും ഒത്തിരി ഇൻട്രസ്റ്റ് താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. കാരണം അവരാണ് വാസ്തവത്തിൽ സഭയുടെ ഭാവി. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മൾ ഒരു സൈഡ് മാത്രമല്ല, ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ താല്പര്യപ്പെടുന്നു. അതാണ് നമ്മളുടെ അപ്പോസ്റ്റലേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഞങ്ങൾ പോയത് പാൻസമൽ എന്ന ഇടവകയുടെ ഒരു സബ് സ്റ്റേഷനായ ദോന്തുവാഡ എന്ന സ്ഥലത്തേക്കായിരുന്നു. പാൻസമൽ ഇടവക വികാരിയായ ഫാദർ ജോസ് കുമ്പളവേലിൽ അവിടെ നേരത്തെ എത്തിയിരുന്നു. ഇന്ന് ഇവിടെ വിശുദ്ധ കുർബാനയും നൊവേനയുമുള്ള ദിവസമാണ്. വിശ്വാസികൾ കുടുംബസമേതം എത്തിയിരിക്കുന്നു.
प्रभु ने फिर शमूएल को पुकारा। इसने एली के पास जाकर कहा, आपने मुझे बुलाया है, इसलिए आया हूँ। एली ने उत्तर दिया, बेटा मैंने तुमको ബഡുവാനി नहीं बुलाया, പ്രദേശത്ത് जाकर മിഷൻ सो പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച ഫാദർ വില്യം വൂൾണർ SVD ആണ് പാൻസമൽ ഇടവകയുടെ രൂപീകരണത്തിനും കാരണക്കാരനായത്. ബഡുവാനിയിലെ ഹോസ്റ്റലിൽ ഉൾക്കൊള്ളാനാകാത്ത വിധം വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായാണ് പാൻസമൽ മിഷൻ സെന്റർ ആരംഭിക്കുന്നത്. ഈ ഇടവക തുടങ്ങിയത് 1978 ഇവിടുത്തെ ആദ്യത്തെ ഇടവക വികാരി ആയിട്ട് ബഹുമാനപ്പെട്ട ഫാദർ TP എബ്രഹാം അച്ഛൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുകയും, ഞാൻ ഓർക്കുന്നു അച്ഛൻ വന്നപ്പോൾ ആ അച്ഛനും ഒരു കാറ്റക്കിസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു ഈ കാത്തലിക്സ് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഉള്ളത്. ആ കാറ്റക്കിസ്റ്റിൻ്റെ പേരാണ് മിസ്റ്റർ അനൂപ് ലാൽ. അവർ രണ്ടും കൂടെ ഒത്തിരി വർക്കുകൾ ചെയ്യുകയും സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അവർ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അറിയുകയും കുട്ടികൾക്ക് ദൂരെയുള്ള ഗ്രാമീണ വില്ലേജുകളിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അങ്ങനെ ഒരു ചെറിയ ബോർഡിങ് തുടങ്ങുകയും ആ കുട്ടികളെ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി അവർക്ക് അഡ്മിഷൻ മേടിക്കുകയും അവർ അവിടെ നിന്ന് പഠിക്കുകയും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ക്രമേണ അതൊരു ബോർഡിംഗ് ആയിട്ട് മാറി. ഇപ്പോൾ ഈ ബോർഡിങ്ങിൽ 120 കുട്ടികളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒത്തിരി ദൂരെയുള്ള ഗ്രാമീണ ക്ഷേത്രത്തിൽ ഉള്ളവരാണ്. വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടെങ്കിലും അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കാരണം അവരിവിടെ വരികയും ഇവിടെ വന്ന് സ്കൂളിൽ പോകുന്നു. ഇവിടെയും അവർ ഗവൺമെൻറ് സ്കൂളിലാണ് പോകുന്നത്. എങ്കിലും ഞങ്ങൾ പല ടീച്ചേഴ്സിനെ വിളിക്കുകയും അവർക്ക് ട്യൂഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഒരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെ പഠിക്കാൻ വേണ്ടി, അവർക്കൊരു ഉജ്ജ്വല ഭവിഷ്യം കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് റെഗുലർ ആയിട്ട് പോകുന്ന 2 വില്ലേജുകളാണുള്ളത്. ഒന്ന് മൊയ്ത, ഇത് പാൻസമൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഓൾമോസ്റ്റ് 12 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഒരെണ്ണമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ദോന്തുവാട എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടുന്ന് പാൻസമലിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്ററോളമുണ്ട്. ഇവിടെ കാത്തലിക്സ് ഫാമിലീസ് എന്ന് പറയാൻ 12 കുടുംബങ്ങളാണുള്ളത്. അവർ എല്ലാ ബുധനാഴ്ചയും ഇവിടെ വരികയും ഞങ്ങൾ റെഗുലറായിട്ട് നൊവേനയും മേഴ്സി റോസറിയും പവിത്ര കുർബാനയും ദിവ്യബലിയും ഞങ്ങൾ അർപ്പിക്കുന്നു. അതിലെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നു. അതുകൊണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ മിക്കവരും തന്നെ പണിക്ക് പോകുന്നവരും അവർ ഈ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. മിക്കവരും ഉച്ചവരെയൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും അവരെല്ലാവരും റെഡിയായിട്ട് ഇവിടെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് വരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഈ ദിവ്യബലി അർപ്പിച്ച് സന്തോഷത്തോടെ ഇരുന്ന് തിരിച്ചു പോകുന്നു. ഇവിടെ വെച്ചാണ് ഞങ്ങൾ സിസ്റ്റർ ജസീന്തയെ കണ്ടുമുട്ടിയത്. പാൻസമൽ ഇടവകയിലെ അഗസ്റ്റീനിയൻ കോൺവെന്റിൽ അംഗമാണ് സിസ്റ്റർ ജസീന്ത OSA. ചിക്ലിയ ഇടവകയിലെ ഗോത്ര കുടുംബത്തിൽ നിന്നാണ് സിസ്റ്റർ ജസീന്ത സന്യാസ സഭയിൽ ചേരുന്നത്. I am Sister Jacinta Sulia OSA. I belong to Khandwa Diocese and I am from Chikliya Parish. My father was a catechist and he put us in a hostel to study. I am very grateful to my father for putting me into hostel to study, and it is the great work of the missionaries who started the hostel in this MP area, especially the missionaries, fathers, the sisters who came there and started village work and started the education of children. And I, one of them, got opportunity to study in the hostel. And I don't think that anybody had this opportunity earlier. I am really grateful to the missionaries, fathers and sisters who came in this area and started the education in this area. Today also when I think of, I really think that today in our village or in our
in my family itself, all are educated, and in my village also many are got the education because of the missionaries. If there were no hostels facilities for the boys and girls, today the children who are come up with good jobs, they could not have come up in life. Because of the missionaries, only they are able to stand today in their life and do the jobs, and also now teach there now. Today we cannot see the uneducated people, like means in our families. They are educated and their own children are also educated and doing the good job. So this credit goes to all the missionaries in these areas. And today I am being an Augustinian sister. Also I am very happy that I got inspiration from the sisters when I was studying in the hostel, when they used to teaching us, coming to villages, and by the way they were dealing with the people in this area, I was really inspired by them and I joined the Augustinian sisters. And today I am very happy to be an Augustinian and to be with them and to serve the Lord. മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് തദ്ദേശീയരായ വ്യക്തികൾ ദൈവവിളി സ്വീകരിച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. മിഷണറിമാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഷങ്ങളോളം പഠിക്കുമ്പോൾ അവരെ അടുത്തറിയാനും അവരുടെ ജീവിത രീതി മനസ്സിലാക്കുന്നതിനും ദൈവത്തെ കണ്ടുമുട്ടാനും ഇടയാകുന്നുണ്ട്. മിഷണറിമാരുടെ ജീവിതത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനും ദൈവഹിതമനുസരിച്ച് തീരുമാനമെടുക്കാനും തദ്ദേശീയരായ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു എന്നതുതന്നെ മിഷൻ പ്രവർത്തനങ്ങളുടെ വലിയൊരു നേട്ടമാണ്. ഇത്തരത്തിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. അപ്പോഴും അസ്തമിക്കാൻ മടിച്ചിട്ടെന്നവണ്ണം സൂര്യൻ ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും എത്തി നോക്കി. മാവിൻ ചുവട്ടിൽ കെട്ടിയിട്ടിരുന്ന വണ്ടിക്കാളകൾ പകലിൻ്റെ അധ്വാനം കഴിഞ്ഞ് വിശ്രമിക്കാൻ ഇരുട്ടു വീഴുന്നതും കാത്തുനിൽക്കുകയാണ്. ഇവിടെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ ഈ കാളകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിൻ്റെ അഹങ്കാരമൊന്നും ഇവയ്ക്കില്ല. തങ്ങളുടെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് എന്ന ഭാവത്തിൽ ശാന്തരായി നിൽക്കുകയാണ് അവ. ക്യാമറ കണ്ടപ്പോൾ കൗതുകത്തിനെന്നവണ്ണം തലനീട്ടി അരികിലെത്തി. കാളച്ചന്തം കണ്ടു നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. അതുവരെ മടിച്ചുനിന്ന സൂര്യനും മറയാൻ തുടങ്ങി. ഇനി അടുത്ത ദിവസം മറ്റൊരു മിഷൻ കേന്ദ്രത്തിലേക്ക് യാത്ര തുടരാം.